إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ സൂക്ഷ്മമായ കണക്കിനും നിർണയത്തിനും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് ഈ പ്രപഞ്ചം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥകളും അതിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇവ നിർണയിക്കുന്നവനും മാറ്റം വരുത്തുന്നവനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാലാവസ്ഥ സംഭവിക്കണമെന്നില്ല. നമുക്ക് ഖൈറായ കാര്യങ്ങളാണെന്ന് നാം വിചാരിക്കുന്ന ചിലത് ദോഷമായി വരികയും ദോഷമാണെന്ന് വിചാരിക്കുന്ന ചിലതിൽ അല്ലാഹു ഖൈറ് വരുത്തുകയും ചെയ്യാം. ഇതിനൊക്കെ കഴിവുറ്റവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യന് എന്ന് മാത്രമല്ല, സസ്യലതാദികൾക്കും മറ്റു ജീവജാലങ്ങൾക്കുമെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വെള്ളം ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതനുസരിച്ച് അവൻ നിശ്ചയിച്ച പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും അല്ലാഹു കണക്കാക്കിയ അളവിൽ അതാത് കാലങ്ങളിൽ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെക്കുറിച്ചും അതിൽ അല്ലാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ചും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എല്ലാ ജീവനുള്ളവയുടെയും അടിസ്ഥാനം വെള്ളമാണ് എന്ന് നമുക്ക് കാണാം. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനത്തിൽ നാം വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് അവർ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ മനുഷ്യൻ എന്നല്ല, ജീവൻ നിലനിൽക്കുവാൻ വെള്ളം ആവശ്യമാണ്. വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള എല്ലാറ്റിനെയും, കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാറ്റിനെയും അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ നിന്ന് ജീവനുള്ളവയെ സൃഷ്ടിക്കുകയും ആ ജീവികൾ നിലനിൽപ്പിനാവശ്യമായ വെള്ളത്തെ സംവിധാനിക്കുകയും ചെയ്തത് അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ വിശ്വസിക്കാത്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇതേ കാര്യം വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാഇൻ, എല്ലാ ദാബത്തിനെയും ജീവികളെയും, ദാബത്ത് എന്ന് പറഞ്ഞത് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതിലിവിടെ ജീവി എന്ന അർത്ഥമാണ്. അതിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജന്തുക്കളും ഉരകങ്ങളും എല്ലാം പെടും. എല്ലാ ജീവികളെയും അല്ലാഹു വെള്ളത്തിൽ നിന്നാകുന്നു സൃഷ്ടിച്ചത്. സൂറത്തുൻ നൂറിലെ 45-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം നാം ജീവിക്കുന്ന ഭൂമിയുടെ 71% വെള്ളമാണ്, ബാക്കി 29% മാത്രമേ കരയുള്ളൂ. ഈ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97% ഉപ്പുജലമാണ്. ഭൂരിഭാഗം കടലാണ്, ആ കടലിൽ ഉപ്പുജലമാണ്. അത് 97% വരുന്നു ഭൂമിയിലുള്ള മൊത്തം വെള്ളത്തിന്റെ അളവ്. ബാക്കിയുള്ള 3% വെള്ളത്തിൽ 2 ഭാഗം ഐസ് കട്ടകളായി, ഹിമപർവ്വതങ്ങളായി നിലനിൽക്കുന്നു. ബാക്കി കരയിലും കടലിലുമായി ഭൂലോകത്തുള്ള വെള്ളത്തിന്റെ 1% മാത്രമാണ് ശുദ്ധജലമായി മനുഷ്യർക്ക് കുടിക്കാൻ പറ്റിയ പാകത്തിലുള്ളത്. ചെടികൾക്കും ജീവജാലങ്ങൾക്കുമൊന്നും ശുദ്ധജലം ആവശ്യമില്ല. മനുഷ്യൻ ശുദ്ധജലമാണ് കുടിക്കുന്നത്. അതിന് ഈ ലോകത്തുള്ള വെള്ളത്തിന്റെ 1% മാത്രമേ ഉള്ളൂ എന്നതാണ്. എന്നിട്ടും മനുഷ്യന് ആവശ്യമായ അളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളത്തെ സംവിധാനിച്ചിട്ടുണ്ട്. വാതകമായും ദ്രാവകമായും അതുപോലെ ഖരവസ്തുവായും 3 അവസ്ഥയിലും നിലനിൽക്കാൻ കഴിയുന്ന ഏക വസ്തു വെള്ളമാണ് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. വാതകത്തിൽ ജലത്തിന്റെ അംശങ്ങളുണ്ട്, വെള്ളം ദ്രാവകമാണ്. അതോടൊപ്പം ഐസ് വെള്ളത്തെ കട്ടയാക്കി ഐസാക്കി മാറ്റുന്ന ഖരവസ്തുവിനെ പോലെയാക്കുന്നു. ഈ 3 തരത്തിൽ അല്ലാഹു സംവിധാനിച്ചത് മനുഷ്യന് അവനാവശ്യമായ തരത്തിൽ വെള്ളത്തെ ശേഖരിക്കുവാനും സൂക്ഷിച്ചു വെക്കുവാനും ഉപയോഗിക്കുവാനും കൊണ്ടു നടക്കുവാനും എല്ലാം പറ്റിയ പാകത്തിൽ അല്ലാഹു ഉണ്ടാക്കി എന്നതാണ്. 100 ഡിഗ്രിയിൽ തിളക്കുകയും 0 ഡിഗ്രിയിലെത്തുമ്പോൾ ഐസ് കട്ടയായി മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പാകത്തിൽ അല്ലാഹു അതിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് ചെടികൾ ഉണ്ടാകുന്നത്. ചെടികളിൽ നിന്ന് പഴവർഗ്ഗങ്ങളും മറ്റും ഭക്ഷിച്ചാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. ആ നിലക്ക് ജീവന്റെ അടിസ്ഥാനം വെള്ളമാണെന്ന് പറയാം. ഇതല്ലാതെ തന്നെ ജീവികളുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം
അത് ജലമാണ് എന്ന നിലക്കും നേർക്കുനേരെ തന്നെ ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ജീവനുള്ളവയെ പരിശോധിച്ചാൽ ചില ജീവികളിൽ അവന്റെ ശരീരത്തിലെ 90% വെള്ളമാണ്. മനുഷ്യന്റെ ശരീരത്തിലെ 60% വെള്ളത്തിന്റെ അംശമാണ്. മനുഷ്യന്റെ തലച്ചോറിൽ 70% വെള്ളമാണ്. ശ്വാസകോശത്തിൽ 90% വെള്ളമാണ്. മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തത്തിന്റെ 83% വെള്ളമാണ്. ഇങ്ങനെ മനുഷ്യനടക്കമുള്ള ജീവികളുടെ ശരീരങ്ങളിലെ മഹാഭൂരിഭാഗം ഘടകം അത് വെള്ളമാണ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും വെള്ളം കൊണ്ട് ജീവികളെ നിലനിർത്തുകയും ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ മഹത്തായ ഒരു കഴിവിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറ. ഭൂമിയെ പരത്തി അല്ലെങ്കിൽ നീട്ടി പാകപ്പെടുത്തി സംവിധാനിച്ചവനും അതിൽ നങ്കൂരങ്ങളെപ്പോലെ ആണികളായി ആപ്പുകളായി കുറ്റികളായി പർവ്വതങ്ങളെ സ്ഥാപിച്ചവനും വഅൻഹാറ, ഭൂമിയിൽ നദികളെ സ്ഥാപിച്ചവനുമാകുന്നു അള്ളാഹു. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അമ്മൻ ജഅലൽ അർള ഖറാറ, ഭൂമിയെ താമസത്തിന് പാകമായ നിലക്ക് സംവിധാനിച്ചവനാണോ? വജഅല ഖിലാലഹാ അൻഹാറൻ, ഭൂമിക്കിടയിൽ അതിന്റെ പല ഭാഗങ്ങളിലും നദികളെ സംവിധാനിച്ചവനുമാണോ? വജഅല ഫീഹാ റവാസിയ, ഭൂമിയിൽ നങ്കൂരങ്ങളായി കുറ്റികളായി പർവ്വതങ്ങളെ സ്ഥാപിച്ചവനും. വജഅല ബൈനൽ ബഹറൈനി ഹാജിസ, രണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമുദ്രങ്ങൾക്കിടയിൽ പരസ്പരം ചേരാതെ മറകൾ സ്ഥാപിച്ചവനും. അതായത് കടലിൽ ഉപ്പുജലമുണ്ട്, കടൽക്കരയിൽ കുഴിച്ചാൽ കിട്ടുന്നത് ഉപ്പുജലമല്ല, പലയിടങ്ങളിലും ശുദ്ധജലമാണ്. ഉപ്പുജലം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും. ഒരേപോലെ ചേർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ രണ്ട് കളറിൽ മാറ്റി നിർത്തുന്നു അള്ളാഹു. അതിൽ തന്നെ ഉപ്പുജലമുള്ളതും ഉപ്പുജലമില്ലാത്തതും ഒരുമിച്ച് ഒരു സ്ഥലത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഉപ്പുജലമാണ്, മറിച്ച ഭാഗത്ത് ശുദ്ധജലമാണ്. ഇതൊന്നും ഖുർആൻ ഇറങ്ങി ഈ ആയത്ത് നബി ഓതിക്കൊടുക്കുമ്പോൾ സമുദ്ര ഗവേഷണം നടത്തിയിട്ടില്ല. പിൽക്കാലത്ത് ആളുകൾ സഞ്ചരിച്ചും ഗവേഷണം നടത്തി മനസ്സിലാക്കിയതിൽ നിന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അള്ളാഹു പറയുന്നത്, രണ്ട് സമുദ്രങ്ങളെ ചില സ്ഥലങ്ങളിൽ അഴിച്ചുവിട്ടവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവക്കിടയിൽ കൂടിക്കലരാതെ രണ്ടും രണ്ട് സ്വഭാവ ഗുണങ്ങളോടുകൂടി ഇടയിൽ മറയുണ്ടാക്കിയവൻ ഇവനാണോ? അഇലാഹും മഅല്ലാഹ്, ഇതൊക്കെ ചെയ്തു തന്ന അള്ളാഹുവാണോ? അതല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കൂടെ വേറെ വല്ല ആരാധ്യരുമുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അള്ളാഹു അല്ലാത്ത ആർക്കും യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു പങ്കും ഇത്തരം സംവിധാനങ്ങളിൽ ഇല്ലാത്തവനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ തന്ന അള്ളാഹുവിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുകയോ ചെയ്യുന്നു. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, സൂറത്തുൽ വാഖിഅ 68-69 വചനങ്ങളിൽ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരിക. അതാണ് അഫറഅയ്ത, അറഅയ്ത എന്നൊക്കെ പറഞ്ഞാൽ നീ ഒന്ന് അറിയിച്ചു തരൂ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് മനുഷ്യ നിങ്ങളൊന്ന് പറയൂ. ഈ വെള്ളം എങ്ങനെ കിട്ടി? അതിന്റെ ഗുണം ആര് നൽകി? അതിൽ നിന്ന് മനുഷ്യനെ, ജീവജാലങ്ങളെ അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചു? ജീവജാലങ്ങളെ നിലനിൽക്കാൻ ആവശ്യമായ അതിന്റെ ശരീരത്തിന്റെ ഭൂരിഭാഗ അംശങ്ങളും വെള്ളമാക്കി സംവിധാനിച്ചത് ആരാണ്? ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ്? നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളം അണ്ണാക്കിൽ കുടുങ്ങാതെ സായിഖൻ, അത് വളരെ സുഗമമായി എളുപ്പത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു വസ്തുവാക്കി സംവിധാനിച്ചവൻ മനുഷ്യാനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദിവസവും വെള്ളം കുടിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ 1 ഗ്ലാസും 2 ഗ്ലാസും 3 ഗ്ലാസും ഒക്കെ അതിരാവിലെ വെള്ളം കുടിക്കുന്നവരുണ്ട്. അതൊരു ശീലമാക്കിയവരുണ്ട്. ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കാത്ത മനുഷ്യരുണ്ടാവുകയില്ല. എല്ലാവരോടുമാണ് അള്ളാഹുവിന്റെ ചോദ്യം, നീ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നീ ഒന്ന് പറയും. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം കാർമേഘങ്ങളിൽ നിന്ന് ഇറക്കിയത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അല്ല നമ്മളാണോ? അള്ള ചോദിക്കാൻ, നാമാണോ അള്ളാഹുവാണോ ഇറക്കിയത്? അതല്ല നിങ്ങളാണോ മേലെ കാർമേഘത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത്? ഇപ്പൊ നോക്കൂ, ഏതാണ്ട് 2 ആഴ്ചകളിലധികമായി നമ്മൾ കാർമേഘത്തെ ആകാശത്ത് കാണുന്നു. സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നമ്മൾ നോക്കുന്നു. പക്ഷേ മഴ വർഷിക്കുന്നില്ല. ഇടയ്ക്ക് ചില തുള്ളികൾ, 1-2 തുള്ളികൾ മാത്രം വീണുപോകുന്നു, നിലത്തേക്കെത്തുന്നില്ല. പക്ഷേ അള്ളാഹു നിശ്ചയിച്ച് കണക്കാക്കി പെയ്യിപ്പിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതല്ല നമ്മളാണോ ഇറക്കിത്തന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല ലക്കും മിനസ് സമാഇ മാഅ,
فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله. അല്ലാഹു ചോദിക്കുകയാണ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നവൻ, ആ മഴ മൂലം നല്ല അഴകുള്ള ചന്തമുള്ള തോട്ടങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ അവനാണോ? എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് സാധിക്കുകയില്ല മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ നിന്ന് ചെടികൾ മുളപ്പിക്കാൻ. അഇലാഹുൻ മഅല്ലാഹ്, ഇതൊക്കെ ചെയ്തു തന്ന അല്ലാഹുവിന്റെ കൂടെ വേറെ ഒരു ആരാധ്യൻ, നിങ്ങൾക്ക് ഇബാദത്തെടുക്കാൻ, ദുആ ചെയ്യാൻ, മഴ തരണമേ എന്ന് ചോദിക്കാൻ വേറെ വല്ല ആരാധ്യനുമുണ്ടോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ. എന്നാൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവരിൽ പലരും എന്താണ് യഅദിലൂൻ, അള്ളാഹുവിലേക്ക് അടുക്കുക, അവനോട് ചോദിക്കുക എന്ന നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാകുന്നു, വ്യതിചലിക്കുന്നവരാകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത്. വയനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ ലിയുതഹിറകും ബിഹി, ആകാശത്ത് നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കാവുന്ന വെള്ളം ഇറക്കിത്തന്നവൻ അല്ലാഹുവാകുന്നു. 2 സ്ഥലത്ത് ഖുർആൻ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. മാ അൻ തഹൂറ, ആകാശത്ത് നിന്ന്, വഅൻസൽനാ മിനസ്സമാഇ മാ അൻ തഹൂറ, ആകാശത്ത് നിന്ന് ശുദ്ധി വരുത്താവുന്ന വെള്ളത്തെ അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നു. അല്ലാഹു ആരാണ്, എന്തുകൊണ്ടവനെ ആരാധിക്കണം എന്ന് പരിചയപ്പെടുത്താനും നിഷേധിക്കുന്നവരോടും ശിർക്ക് ചെയ്യുന്നവരോടുമുള്ള ചോദ്യമായി അള്ളാഹുവിന്റെ മഹത്തായ നിയമത്തായിക്കൊണ്ടാണ് ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ മഴയെക്കുറിച്ച്, കാർമേഘത്തെക്കുറിച്ച്, കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്, കാർമേഘങ്ങളെ കൂട്ടിഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, അവക്കിടയിൽ നിന്ന് മഴയെ വർഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുള്ളത്. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ്, കാറ്റുകളെ അയക്കുന്നവൻ അല്ലാഹുവാകുന്നു. ഫതുസീറു സഹാബൻ, കാറ്റുകൾ മേഘങ്ങളെ ഇളക്കിവിടുന്നു. നമുക്കറിയാം കാർമേഘമുണ്ട്, നമ്മൾ കാണുന്ന കാർമേഘങ്ങൾ, അതിന്റെ പിന്നാലെ വരുന്ന കാറ്റുകൾ ഈ കാർമേഘത്തെ വേറൊരു സ്ഥലത്തേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നു. നമ്മുടെ നാട്ടിൽ കാർമേഘം കാണുന്നില്ല, വേറെ നാട്ടിൽ കാർമേഘമുണ്ട്. ആ കാർമേഘങ്ങളെ കാറ്റിലൂടെ തെളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ പറയുന്ന ഇടവപ്പാതിയും മൺസൂൺ കാലവും, അങ്ങനെ പലതരത്തിലുള്ള കാലവർഷങ്ങൾ ശാസ്ത്രം അതിനെ വിശദീകരിക്കുന്നു. അള്ളാഹു പറയുന്നു, കാറ്റിനെ അയച്ച് എവിടെയോ കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിലുള്ള, അറബിക്കടലിലുള്ള, അങ്ങനെ അത് കേരളത്തിന്റെ, ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കാറ്റിനെ അയച്ച്. യുർസിലു റിയാഹ ഫതുസീറു സഹാബ, അല്ലാഹു ആകുന്നു അപ്പണി ചെയ്യുന്നത്. ഫയബ്സുതുഹു ഫിസ്സമാ, എന്നിട്ട് കാർമേഘങ്ങളെ ആകാശത്തിൽ അല്ലാഹു പരത്തുന്നു. കൈഫ യശാ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, അല്ലാഹു എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ. വയജഅലുഹു കിസഫൻ, കാർമേഘങ്ങളെ അട്ടിയായി കിടക്കുന്ന വസ്തുക്കളാക്കി അവൻ മാറ്റുന്നു. ഒന്നിനു മീതെ മറ്റൊന്നായി കാർമേഘക്കൂട്ടങ്ങൾ. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഈ കാണുന്ന ആകാശമെന്ന് പറയുന്ന കാർമേഘക്കൂട്ടം, വിമാനത്തിൽ കയറി താഴോട്ട് നോക്കിയാൽ നമ്മുടെ നേരെ താഴെ കാണാം കറുത്തതും വെളുത്തതും അട്ടിയട്ടിയായി അടുക്കുകളായി അതിവേഗത്തിലും വേഗത കുറഞ്ഞുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാർമേഘക്കൂട്ടങ്ങൾ. ഇതിനെ ഇങ്ങനെ അടുക്കി വെച്ചവനാരാണ്? അല്ലാഹുവാൻ. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, ഈ കാർമേഘക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് വെള്ളത്തെ, മഴയെ പുറപ്പെടുവിക്കുന്നവത് നീ കാണുന്നില്ലേ? അപ്പണി ചെയ്യുന്നതാരാണ്? അല്ലാഹുവാണ്. ഫൈദാ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവന്റെ അടിമകളിൽപ്പെട്ട ആളുകൾക്ക് ഈ കാർമേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു കൊടുത്താൽ അപ്പോഴതാ അവർ സന്തോഷിക്കുന്നു. നോക്കൂ, ഈ പൊരിവെയിലത്ത് വീട്ടിനകത്തും പുറത്തും രാവും പകലും കിടക്കാൻ കഴിയാത്ത ഈ ചൂടേറിയ അവസ്ഥയിൽ ചെറിയൊരു മഴ കിട്ടിയാൽ മതി. ഇദാഹും യസ്തബ്ശിറൂൻ, അപ്പോഴവർ സന്തോഷിക്കുന്നു. സന്തോഷിച്ചാൽ മാത്രം പോരാ, ഈ സന്തോഷത്തിന് വക നൽകിയത്, സന്തോഷിക്കാവുന്ന വെള്ളത്തെ ഇറക്കി തന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുകയും ആ അള്ളാഹുവിനെ കണ്ടെത്തുകയും അവനോട് ദുആ ചെയ്യുകയും അവന്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ, നാം ആകുന്നു വെള്ളത്തെ ഇറക്കിയവൻ ബിഖദരിൻ, തോതനുസരിച്ച്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ പെയ്യുന്ന പോലെയല്ല കേരളം, തമിഴ്നാട്, കർണാടക ഇതുപോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പെയ്യുന്നത് പോലെയല്ല വിദേശ രാജ്യങ്ങളിൽ മഴ പെയ്യുന്നത്. അതിൽ GCC പോലെയുള്ള പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ചൂടുള്ള രാജ്യങ്ങളിൽ വർഷത്തിൽ ഏതാനും എണ്ണാവുന്ന ചാറ്റൽ മഴകൾ മാത്രമാണ്. ഇതിനൊക്കെ ആര് കണക്കാക്കി? സൗദി അറേബ്യയിലേക്കും GCCയിലേക്കും അത്ര മഴ മതി. കേരളത്തിൽ ആ മഴ പോരാ. പൊരിഞ്ഞ മഴ പെയ്യണം. 1, 2, 3 മാസമല്ല, മാസങ്ങൾ മഴ പെയ്യണം.
എങ്കിലേ ഇവിടെയുള്ള ഭൂമിയുടെ പ്രകൃതം നിലനിൽക്കുകയുള്ളൂ. ആരാണിതൊക്കെ കണക്കാക്കിയത്? നമ്മൾ നിശ്ചയിച്ചതാണോ നമുക്ക് ഇത്ര മഴ മതി? അറബികൾ കണക്കാക്കിയതാണോ അറബ് നാട്ടിൽ അത്ര മഴ മതി? എന്നാൽ ഇപ്പോ ഈ ഏതാനും ദിവസങ്ങളിൽ സൗദി അറേബ്യ, അതുപോലെ തന്നെ ഒമാൻ, UAE, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരന്തരമായി മഴ പെയ്തു. മദീനയിലതാ അണക്കെട്ട് പോലെ റോഡുകൾ നിറഞ്ഞു നിൽക്കുന്നു. വെള്ളം, അതുപോലെ തന്നെ ഓവുചാലുകൾ നിറഞ്ഞു കവിയുന്നു. വാഹനങ്ങൾ ഒലിച്ചു പോകുന്നു, ഒട്ടകങ്ങൾ ഒലിച്ചു പോകുന്നു, ഒമാനിൽ പശുക്കൂട്ടങ്ങൾ ഒലിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ആരാണിത് കണക്കാക്കിയത്? അള്ളാഹു കണക്കാക്കുന്നു. കഴിഞ്ഞ വർഷം അത്ര മതി, ഈ വർഷം ഇത്ര വേണം. ബി ഖദരിൻ. നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് ഒരു പങ്കും അതിലില്ല. പിന്നെയോ, ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന മഴകൾ മുഴുവൻ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോയിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുകയില്ല. അപ്പോ ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകുന്നു. ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. അടുക്കുകളായ പാറകളുണ്ട്, ഉറച്ചു നിൽക്കുന്ന അടുക്കില്ലാത്ത പാറകളുണ്ട്, ഉറച്ച ചെങ്കല്ലിന്റെ അംശങ്ങളുണ്ട്, അടുക്കടുക്കായ സ്ഥലങ്ങളുണ്ട്, തട്ടുകളായുള്ളവയുണ്ട്, കരിമ്പാറകളുണ്ട്, അതിൽ തന്നെ ഒറ്റപ്പെട്ട പാറകളുണ്ട്. ഇതിനിടയിലൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്നു. തോടിന്റെയും പുഴയുടെയും വക്കത്ത് വേനൽക്കാലത്ത് ഒരു പക്ഷേ വേഗം വെള്ളം പറ്റും. എന്നാൽ കുന്നിന്റെയും മലയുടെയും മുകളിൽ ഏതാനും മീറ്റർ, 5 or 8 മീറ്റർ കിണർ കുഴിച്ചാൽ വെള്ളം കാണുന്നു. എന്നാൽ സമതല പ്രദേശത്ത് 10 or 15 മീറ്റർ കുഴിച്ചാൽ വെള്ളം കണ്ടെന്നു വരികയില്ല. ഈ പെയ്യുന്ന മഴയെ ഭൂമിയിൽ ആവശ്യത്തിനു വേണ്ടി പിന്നീട് ഉപയോഗിക്കാൻ ഭൂമിക്കടിയിലേക്ക് ഇറക്കി അതിനുള്ളിൽ അറകളുണ്ടാക്കി ആ അറകളിൽ താമസിപ്പിക്കുന്നതാരാണ്? ഫഅസ്കന്നാഹു ഫിൽ അർളി. തോതനുസരിച്ച് മഴ വർഷിപ്പിക്കുകയും ആ മഴയെ ഭൂമിയിൽ അസ്കന താമസിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാകുന്നു. അപ്പൊ നോക്കൂ, പെയ്യുന്ന മഴ കുടയുടെ മേലെ ചേമ്പിന്റെ ഇലക്ക് മീതെ പെയ്യുന്ന വെള്ളം പോലെ ഒറ്റയടിക്ക് ഒലിച്ചുപോയിരുന്നുവെങ്കിൽ ഈ ഭൂമി വാസയോഗ്യമാവുകയില്ല. ചെടികളും സസ്യങ്ങളും പദാർത്ഥങ്ങളും ഉണ്ടാവുകയില്ല. അപ്പൊ ഇതൊക്കെ വേണ്ട തരത്തിൽ പാകപ്പെടുത്തിയവൻ അല്ലാഹുവാകുന്നു. ഭൂമിയിൽ മഴ പെയ്തു, മനുഷ്യനത് സംഭരിച്ചു വെക്കാൻ സാധിക്കുമോ? മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, വമാ അൻതും ലഹു ബിഹാസിനീൻ. ഭൂമിയിലേക്ക് പെയ്യുന്ന മഴയെ, അല്ലെങ്കിൽ ആകാശത്തുള്ള മഴയെ, മേഘക്കൂട്ടങ്ങളിലുള്ള മഴയെ നിങ്ങൾക്ക് ശേഖരിച്ച് സംഭരിച്ചു വെക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഭൂമിയിൽ സംഭരിക്കാവുന്നതിനൊരു പരിധിയുണ്ട്. ഒരു വർഷത്തേക്ക് വേണ്ട മഴ മുഴുവൻ നമുക്ക് എടുത്തുവെച്ച് സൂക്ഷിക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഇനി സാധ്യമാണെങ്കിൽ തന്നെ അവൻ ഒരുപാട് പണവും അധ്വാനവും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. പക്ഷേ ഈ വെള്ളത്തെ വർഷിപ്പിക്കുകയും അതിനൊരളവ് നിശ്ചയിക്കുകയും അതിനെ ഭൂമിയിൽ തങ്ങി പാകപ്പെടുത്തി നിലനിർത്തുകയും അങ്ങനെ ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നവൻ അല്ലാഹുവാകുന്നു. ഇതൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളല്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും ഓർക്കുവാനുമാണ്. അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസ്. വരണ്ട ഭൂമിയിലേക്ക് വെള്ളത്തെ നാം തെളിച്ചു കൊണ്ടുപോകുന്നത് ഈ മനുഷ്യന്മാർ കാണുന്നില്ലേ? നമ്മളോടാ ചോദിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നു. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇലൽ അർളിൽ ജുറുസ്. വരണ്ട് ഉണങ്ങിയ, വിണ്ടുകീറിയ, പുല്ലില്ലാത്ത ഉണങ്ങിയ പുല്ലുകൾ മാത്രമുള്ള, കന്നുകാലികൾ ചത്തുവീഴുന്ന, പക്ഷികൾ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന, ചൂടുകൊണ്ട് പുളയുന്ന മനുഷ്യരുള്ള നാട്ടിലേക്ക് അവർക്കാവശ്യമായ മേഘക്കൂട്ടങ്ങളെ നാം തെളിച്ചു കൊണ്ടുപോകുന്നു. ഇത് മനുഷ്യർ കാണുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഭൂമിയിലുള്ള വെള്ളം പറ്റിയാൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? നമ്മുടെ അടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ബാംഗ്ലൂരിൽ ഒരുപാട് കുഴൽക്കിണറുകൾ വറ്റിപ്പോയി. അതുപോലെ തന്നെ മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തിന് പേരാൻ ഓർക്കുന്നില്ല, അവിടെ ഒരു വലിയ നഗരത്തിൽ വെള്ളം വറ്റി. കുഴൽക്കിണറുകളിൽ വെള്ളമില്ല, കിണറിൽ വെള്ളമില്ല. സർക്കാരിന്റെ പ്രസ്താവന, നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയിക്കൊള്ളുക. സർക്കാർ നടത്തിയിരുന്ന ജലവിതരണ സംവിധാനങ്ങൾ നിന്നിരിക്കുന്നു. വെള്ളം തരാൻ സാധ്യമല്ല. എവിടെ നിന്നുണ്ടാക്കാൻ പറ്റും? ഒരു പൈസയുടെ വില പോലും കൽപ്പിക്കാതെ നാം ആവശ്യത്തിനും അനാവശ്യത്തിനും ധൂർത്തടിച്ചും ചെലവഴിച്ച് നശിപ്പിക്കുകയും ആവശ്യത്തിന് ഉപയോഗിക്കുകയും അങ്ങനെ ഒരു വിലയും കൽപ്പിക്കാത്ത വെള്ളത്തെ ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കും? സൂറത്തുൽ മുൽക്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഖുൽ, നബിയെ ചോദിക്കുക. സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്തുള്ള ഏതാനും ആയത്തുകൾ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് കാണാം. അറഅയ്തും, മനുഷ്യ നിങ്ങളൊന്ന് പറയൂ, ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിണറിലെയും കുളത്തിലെയും തോടിലെയും വയലിലെയും
അതുപോലെ തന്നെ നദികളിലെയും ഒക്കെ വെള്ളം ഗൗറൻ, ഗാറ എന്ന ആണ്ടുപോവുകയെന്നാണ്. കണ്ണ് കുണ്ടിച്ചാടി ഇപ്പൊ കണ്ണുള്ളിലേക്ക് വലിഞ്ഞു പോയി, അതിന് ഗാറ എന്ന് പറയും. വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോവുക. ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങളുടെ വെള്ളം ഭൂമിക്കടിയിലേക്ക് വറ്റിപ്പോയാൽ, ആണ്ടുപോയാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നല്ല ഒലിച്ചു വരുന്ന നീരുറവ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ ആരാണുള്ളത്? ആർക്കും കഴിയില്ല. കിണർ കുഴിച്ചാൽ കിട്ടൂല, കുളം കുഴിച്ചാൽ കിട്ടൂല. ഇത് കൊണ്ടുവന്നു തരാൻ ആരുണ്ട്? നബിയെ ചോദിക്കുക ജനങ്ങളോട്. ഈ ചോദ്യം നമ്മൾ ഈ സൂറത്തൊക്കെ പലപ്പോഴും ഓതിപ്പോകുന്നു. പക്ഷെ ഈ അർത്ഥത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാറുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ആഫ്രിക്കയിലേക്ക് പോകണ്ട. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് കർണാടകയിൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അവിടെ എത്ര 2000 എത്രയോ കോയൽക്കിണറുകൾ വറ്റിപ്പോയി എന്നാ പറയുന്നത്. എവിടുന്നാ വെള്ളം കിട്ടുക? എവിടുന്ന് കിട്ടൂല. ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് നീരുറവ കൊണ്ടുവന്നു തരാൻ ആരുണ്ട്? അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം അല്ലാഹുവാണ് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയും പഠിക്കുകയും അവനിൽ ശിർക്ക് വെക്കാതെ, അവനെ നിഷേധിക്കാതെ അല്ലാഹുവിന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നതാണ് വെള്ളം കിട്ടാതെ വലയുമ്പോൾ മനുഷ്യന് ബോധത്തോടുകൂടി വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു ചോദിക്കുന്നത്, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. വേദക്കാരായ അഹ്ലി കിതാബുകാരായ ആളുകളോട് അല്ലാഹു പറയുകയാണ്, അവരെങ്ങാനും തൗറാത്തും ഇൻജീലും അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ, ഇന്നത്തെ അഹ്ലി കിതാബിനോടല്ല, ഇന്നത്തെ അഹ്ലി കിതാബുകാർ ഖുർആൻ അനുസരിച്ച് ജീവിക്കും. എന്നാൽ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ജൂതക്രിസ്ത്യാനികളായ ആളുകൾ അവർക്കിറക്കപ്പെട്ട തൗറാത്തും ഇഞ്ചിയിലും അവർക്കിറക്കപ്പെട്ട മറ്റ് എന്തെല്ലാമുണ്ടോ അതനുസരിച്ച് അവർ ജീവിച്ചിരുന്നുവെങ്കിൽ അവർക്കവരുടെ കാലിന് താഴെ നിന്നും മേൽഭാഗത്തു നിന്നും അവർക്ക് തിന്നാമായിരുന്നു. എന്താ കാലിനടിയിൽ എങ്ങനെ തിന്നാൻ പറ്റുക? മഴ പെയ്ത് ഭൂമിയിലെത്തിയാൽ കാലടിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ചെടികൾ മുളക്കും. അപ്പൊ അതിൽ നിന്ന് അവർക്ക് തിന്നാം. ചെടി മുളക്കണമെങ്കിൽ മേൽഭാഗത്ത് നിന്ന് മഴ പെയ്യണം. അതാണ് മേലെ നിന്നും താഴെ നിന്നും അവർക്ക് തിന്നാൻ പറ്റുമായിരുന്നു. എന്താ പറഞ്ഞതിനർത്ഥം? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ മഴ വർഷിപ്പിക്കും ആകാശത്ത് നിന്ന്. അങ്ങനെ അതുമൂലം ഭൂമിയിൽ ചെടികളും സസ്യങ്ങളും മുളച്ചു വരും. അങ്ങനെ അവർക്ക് തിന്നാൻ പറ്റും. സൂറത്തുൽ മാഇദ 65-ാമത്തെ വചനം, സൂറത്തുൽ അഅറാഫ് 96-ാമത്തെ വചനത്തിൽ വലൗ അന്നഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ആ രാജ്യക്കാർ വിശ്വസിക്കുകയും തഖ്വ പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകളെ അവർക്ക് മേൽ നാം തുറന്നുവിടുമായിരുന്നു. ഏതാണ് ആകാശത്തിൽ നിന്ന് തുറന്നു വിട്ടുവരുന്ന ബറക്കത്തുകൾ? മഴയാണ്. ഭൂമിയിൽ നിന്ന് അല്ലാഹു തുറന്നുവിടുന്ന ബറക്കത്ത് ഏതാണ്? അത് വെള്ളമാണ്. ആ വെള്ളം കുടിക്കാനും വെള്ളം ഉപയോഗിച്ച് ചെടികളും സസ്യജാതികളും മുളച്ചു വന്നാനും. സൂറത്ത് നൂഹിൽ അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ് നമുക്ക് കാണാം, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക, അവനേറെ പൊറുക്കുന്നവനാണ്. ഇസ്തിഗ്ഫാർ നടത്തൂ, എങ്കിലെന്തുണ്ടാവും? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ധാരാളമായി മഴ വർഷിക്കുന്നതായി ആകാശത്തെ നിങ്ങൾക്കവൻ അയച്ചു തരും. അപ്പൊ നന്നായി മഴ കിട്ടണമെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോ പാപങ്ങളിൽ നിന്ന് മുക്തരാവുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, ഇത് മഴ ലഭിക്കാനുള്ള വഴിയാണ് എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾ ഉപദേശിച്ചത്. നമുക്കും അത് ബാധകമാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് ഹൂദിലെ 52-ാമത്തെ വചനത്തിൽ കാണാം, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ഇവിടെയും പറയുന്നത്, അല്ലയോ എന്റെ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടക്കുക, തൗബയും ഇസ്തിഗ്ഫാറും നടത്തുക, എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നൂഹ് നബി പറഞ്ഞ അതേ വാചകം, ആകാശത്തെ അല്ലാഹു നിങ്ങൾക്ക് മേൽ മഴ വർഷിക്കുന്നതായി അയച്ചു തരും. ആകാശത്താണല്ലോ മഴ പെയ്യേണ്ടത്, അവിടെയാണ് കാർമേഘമുള്ളത്, അവിടെയാണ് കാറ്റുണ്ടാകേണ്ടത്. അവനെ കൂട്ടിഘടിപ്പിച്ച് മഴയാക്കി പെയ്യിപ്പിക്കേണ്ടത് അല്ലാഹുവാണ്. അതിന് നിങ്ങൾ തൗബയും ഇസ്തിഗ്ഫാർ നടത്തണം. അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം, ഈമാൻ ഉണ്ടാവുക, തഖ്വയുണ്ടാവുക, ഇസ്തിഗ്ഫാർ ഉണ്ടാവുക, തൗബയുണ്ടാവുക. ഇതുണ്ടെങ്കിലേ അല്ലാഹു മഴ എന്ന നിയമത്തിന് ആവശ്യത്തിനനുസരിച്ച് അല്ലാഹു ഇറക്കിത്തരികയുള്ളൂ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒരു സംഭവം. ഒരാൾ നടന്നു പോകുന്ന ഒരു മരുഭൂമിയിലൂടെ, ആകാശത്ത് കാർമേഘമുണ്ട്. കാർമേഘത്തിൽ നിന്ന് ഒരു ശബ്ദം അയാൾ കേൾക്കുന്നു. എന്താണ്? ആ കാർമേഘത്തോട് ആരോ പറയുന്ന ഒരു ശബ്ദം,
ഇസ്ഖി ഹദീഖത ഫുലാനിൻ, ഇന്ന മനുഷ്യന്റെ തോട്ടത്തെ നീ നനച്ചു കൊടുക്കൂ എന്ന ഒരു ശബ്ദം കാർമേഘത്തിൽ നിന്ന് ഒരാൾ കേട്ടു. അങ്ങനെ ആ കാർമേഘത്തെ നോക്കിപ്പോയി. അങ്ങനെ ആ കാർമേഘം വന്ന് മദീനയിലുള്ള ചരലുകളും പാറകളും നിറഞ്ഞ ഒരു മലമ്പ്രദേശമാണ് ഹെറ. അങ്ങനത്തെ 2 സ്ഥലം മദീനയിലുണ്ട്. ആ ഹെറയിൽ ഈ മഴ പെയ്തു. ആ ചരൽക്കുന്നിൽ പെയ്ത മഴ ഒലിച്ചു വന്നിട്ട് അത് തോട്ടിലൂടെ ഷർജ നല്ല വെള്ളം ഒലിച്ചു വരുന്ന ചാൽ, ആ ചാലിലൂടെ ആ വെള്ളം നിറഞ്ഞ് ഒരു തോട്ടത്തിലേക്ക് അത് പോകുന്നു. ഇതിങ്ങനെ ഈ കണ്ട ആള്, ശബ്ദം കേട്ട ആള് തെരഞ്ഞു പോകാൻ, എവിടെയാണ് മഴ പെയ്തത്, ഈ വെള്ളം അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു. തോട്ടത്തിലെത്തിയപ്പോൾ ആ തോട്ടത്തിൽ തന്റെ കൈക്കോട്ട് കൊണ്ട് വെള്ളത്തെ അദ്ദേഹം തോട്ടത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. ഈ തോട്ടക്കാരനോട് ഇത് കണ്ടുവന്ന ആള് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ ആ പേര് പറഞ്ഞു. ഇയാൾ പറഞ്ഞ പേരാണ് മേഘത്തോട് ഇന്ന ആളുടെ തോട്ടത്തിൽ പോയി നനക്കൂ എന്ന ആ ശബ്ദത്തിൽ അദ്ദേഹം കേട്ടത്. ആ കേട്ട പേരും ഇയാൾ പറഞ്ഞ പേരും രണ്ടും ഒന്നാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്റെ പേരൊക്കെ അന്വേഷിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ ആ തോട്ടക്കാരനായ മനുഷ്യൻ പറയുന്ന മറുപടി എന്താണ്? ഞാൻ ചെയ്യാറുള്ള പണി, ഈ ആള് ചോദിക്കാൻ, നിങ്ങൾ എന്താണ് ഇങ്ങനെ മഴ കിട്ടാൻ ചെയ്യാറുള്ളത്? അപ്പൊ ആ തോട്ടക്കാരൻ പറയുന്നു, അൻദുറു ഇലാ മാ യഖ്റുജു മിൻഹാ, എന്റെ തോട്ടത്തിൽ നിന്ന് എന്താണോ ഫലമായി ലഭിക്കുന്നത്, ഫഅതസദ്ദഖു ബിസുലുസിഹി, ആ തോട്ടത്തിന്റെ 1/3 ഞാൻ ആളുകൾക്ക് സദഖ ചെയ്യും. വആകുലു അന വഇയാലി സുലുസൻ, ഞാനും എന്റെ കുടുംബവും എന്റെ ആശ്രിതരും 2/3 ഭാഗം തിന്നും, അവർക്ക് ജീവിക്കാൻ വേണ്ട ഭക്ഷണമായി ഉപയോഗിക്കും. വഅറുദ്ദു ഫീഹാ സുലുസഹു, ബാക്കി വരുന്ന 1/3 പഴവർഗ്ഗങ്ങൾ അതിന്റെ വിത്തും മറ്റുമായി അത് വളത്തിനൊക്കെ വേണ്ടി വിതക്കാനും കൃഷി ചെയ്യാനുമായി 1/3 ഞാൻ ഭൂമിയിലേക്ക് തന്നെ മടക്കും. അപ്പൊ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 1/3 സദഖ ചെയ്യുന്നു എന്നതാണ് ഇയാളുടെ യോഗ്യത. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ പരിഗണിക്കുകയും അതിനടുത്ത ഒരു ചരൽക്കല്ല് നിറഞ്ഞു നിൽക്കുന്ന ഹെറ എന്ന് പറയുന്ന പ്രദേശത്ത് മഴ പെയ്യുകയും ആ മഴവെള്ളം ഇയാളുടെ തോട്ടത്തിലേക്ക് തോട്ടിലൂടെ ഒലിച്ചു വരികയും ചെയ്യുന്നു. നോക്കൂ, ഒരു വ്യക്തിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈമാനും തഖ്വയും ഇസ്തിഗ്ഫാറും തൗബയും അതോടൊപ്പം സ്വദഖ എന്ന് പറയുന്നത് മഴ കിട്ടാനുള്ള കാരണമായി ഈ ഹദീസിൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത 2984 നമ്പർ ഹദീസാണ്. ഇനി മഴ തടയപ്പെടാനുള്ള കാരണങ്ങൾ എന്താ? ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുത്തൊരു ഹെഡിങ്. എന്താ ഹെഡിങ്? ഇന്തിഖാമുർ റബ്ബി അസ്സ വജല്ല മിൻ ഖൽഖിഹി ബിൽ ഖഹ്തി ഇദൻ തുഹികത് മഹാരിമുഹു. അല്ലാഹു പവിത്രത കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുടെ പവിത്രതകൾ കളങ്കപ്പെടുത്തപ്പെട്ടാൽ ക്ഷാമം കൊണ്ട് അവന്റെ സൃഷ്ടികളെ അല്ലാഹു ശിക്ഷിക്കും. ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ആദരിക്കണം, ഇതൊക്കെ ഖുർആനും ഹദീസും പറഞ്ഞതിലുണ്ട്. അത്തരം കാര്യങ്ങളുടെ വിലക്കപ്പെട്ട കാര്യങ്ങളുടെ അതിനെ മുറിച്ചു കടക്കുകയും അങ്ങോട്ട് പോവുകയും വിലക്കപ്പെട്ടത് ചെയ്യുകയും പവിത്രത കൽപ്പിച്ചതിന് കളങ്കപ്പെടുത്തുകയും ചെയ്താൽ ക്ഷാമം കൊണ്ട് അള്ളാഹു ശിക്ഷിക്കും. ക്ഷാമം ഉണ്ടാകുന്നത് എപ്പോഴാ? മഴ ഉണ്ടായാൽ വെള്ളം ഉണ്ടാവില്ല, വെള്ളമില്ലെങ്കിലോ ക്ഷാമം ഉണ്ടാവും, കന്നുകാലികൾ നശിക്കും, അങ്ങനെ സമ്പത്ത് നശിക്കും, ഉണങ്ങിപ്പോകും, വരൾച്ച ഉണ്ടാവും. ഫിർഔന്റെ ആളുകളെ കുറിച്ച് സൂറത്തുൽ അംഫാലിൽ അള്ളാഹു പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔന് നൽകിയ നേഴ്മത്തുകളൊക്കെ തുടച്ചു നീക്കി. ഫിർഔനെയും ആളുകളെയും കടലിൽ മുക്കിക്കുന്നു. അല്ലാഹു പറയാണ്, ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ. ഒരു ജനതക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ അള്ളാഹു മാറ്റുകയില്ല. ഏതുവരെ? ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം, അവരിലുള്ള കാര്യത്തെ അവർ സ്വയം മാറ്റുന്നത് വരെ. ഇതിന് വേറെ പല കോലത്തിലും നമ്മുടെ നാട്ടിൽ ആളുകൾ അർത്ഥം പറയാറുണ്ട്. ഇതിന്റെ യഥാർത്ഥ കാര്യം എന്താ? ഒരു ജനതക്ക് അള്ളാഹു നേഴ്മത്ത് ചെയ്തു കൊടുത്താൽ ആ നേഴ്മത്തിനെ അള്ളാഹു നീക്കിക്കളയുകയില്ല എപ്പോഴല്ലാതെ ആ നേഴ്മത്ത് ലഭിച്ച ആളുകൾ അവരിൽ എന്താണോ ഉള്ളത് അതിനെ മാറ്റിയാലല്ലാതെ. എന്ന് പറഞ്ഞാൽ അവരിലുള്ള തെറ്റായ കാര്യങ്ങൾ, മഅസിയത്തുകൾ, ശിർക്ക്, കുഫ്ർ, തിന്മ, ഇതൊക്കെ മാറ്റുന്നില്ല എങ്കിലല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിയമത്തിനെ മാറ്റുകയില്ല. അപ്പോ ഈ തിന്മകളെ മാറ്റുന്നില്ല, തിന്മയിൽ തന്നെ അവർ നിലനിൽക്കുന്നുവെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? നിയമത്തിന് അള്ളാഹു നീക്കിക്കളയും. അപ്പോ മഴ എന്ന് പറയുന്ന ഒരു നിയമത്താണ്. ആ നിയമത്ത് തടയപ്പെടുന്നുവെങ്കിൽ നമ്മളിൽ തിന്മകളുണ്ട് എന്നാണ് ഫിർഔനിന്റെ ജനതയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്തുൽ അഅറാഫ്, വലഖദ് അഖദ്നാ ആല ഫിർഔൻ, ഫിർഔന്റെ ആളുകളെ നാം പിടികൂടി സൃഷ്ടിച്ചു, ബിസ്സിനീന, ക്ഷാമങ്ങൾ കൊണ്ട്, വനഖ്സിം മിനസ് സമറാത്ത്, പഴവർഗ്ഗങ്ങളെ ചുരുക്കിക്കൊണ്ടും, ലഅല്ലഹും യദക്കറൂൻ,
അവർ ദിക്റുള്ളവളാകാൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അവനെ സ്മരിക്കാൻ, അവനിലേക്ക് മടങ്ങാനാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് ക്ഷാമം ബാധിക്കുന്നുണ്ടോ? നട്ട തെങ്ങും തൈ നശിച്ചു പോകുന്നുണ്ടോ? കവുങ്ങുകൾ ഉണങ്ങി മഞ്ഞളിച്ചു പോകുന്നുണ്ടോ? വാഴകൾ ഒടിഞ്ഞു വീഴുന്നുണ്ടോ? ചെടികൾ പച്ചക്കറികൾ നശിച്ചു പോകുന്നുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. ലഅല്ലഹും യതദക്കറൂൻ, അള്ളാഹുവിനെ ഓർത്ത് അവരിലേക്ക് മടങ്ങാനാണ്. അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ ചിലപ്പോൾ ശിക്ഷയായും, തിന്മക്കുള്ള ശിക്ഷ ചിലപ്പോൾ പരീക്ഷണമായും 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. സമയക്കുറവ് കൊണ്ട് ഒന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷാമം കൊണ്ടും ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ടും ശിദ്ദത്തുൽ മഊന, മനുഷ്യന്റെ ചെലവിനെ കഠിനമുള്ളതാക്കുക, വില കൂടുക, പൈസക്ക് വിലയില്ലാതാവുക. അപ്പൊ എന്തായി? പണപ്പെരുപ്പവും വിലക്കയറ്റവും രണ്ടും കൂടി വന്നാൽ പിന്നെ മനുഷ്യൻ പെട്ടത് തന്നെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അള്ളാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ പോലും ഒഴിവാക്കാത്ത കാര്യമാണ് എന്നതാണ് ലോകത്തിന്റെ പല ഇടപാടുകളും കാര്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെയോ, ജനങ്ങൾ നന്മയിലേക്ക് മടങ്ങാൻ വേണ്ടി പരീക്ഷണമായും അള്ളാഹു വെള്ളത്തെ തടഞ്ഞുവെക്കാം. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുപോലെ നബിന്റെ കാലത്ത് ഉണ്ടായതുമായ ഒരു സംഭവം വിശദീകരിക്കേണ്ടതില്ല. നബി ഇതുപോലെ വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അറാബി കയറി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കന്നുകാലികളൊക്കെ നശിച്ചുപോയി, ഇതാ വെള്ളം കിട്ടാതെ വിശന്ന് വലയുന്നു, നശിക്കുന്നു, ആളുകളൊക്കെ വിശന്നിരിക്കുന്നു, കന്നുകാലികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ഫദ്ഉല്ലാഹ ലനാ, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കൊണ്ട് മഴ കിട്ടി. ആ ഹദീസിലും മറ്റു റിവായത്തുകളിലും കാണാം, മദീനയിലാണ് നബി നമസ്കരിക്കുന്നത്. മദീനയിൽ നിന്ന് ഏതാനും മൈലുകൾ, കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഖന്തഖ് യുദ്ധം നടന്നിട്ടുള്ള, ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്കും താമസത്തിനും വേണ്ടി തെരഞ്ഞെടുത്ത സൽഅ എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്. മക്കയിൽ മദീനയിലൊക്കെ പോയ ആളുകൾക്കറിയാം. അവിടെ പോയാൽ ആ ഖന്തഖ് യുദ്ധത്തിന്റെ സ്ഥലം മസ്ജിദുൽ ഫത്ഹ്, അവിടെ ചെല്ലാറുള്ള ആളുകൾ. ആ കുന്നാണ് സൽഅ എന്ന് പറയുന്നത്. ഈ സൽഅനും മദീനയിൽ ഞങ്ങൾ നമസ്കരിക്കുന്ന സ്ഥലത്തിനും ഇടയിൽ ഒരു വീടുമില്ല, ഒരു മറയുമില്ല. അത്രയും ദൂരത്ത് ഞങ്ങൾ നോക്കിയിട്ട് ഒരു നേരിയ കാർമേഘ കൂട്ടം പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പ്രവാചകൻ തന്റെ കൈ താഴ്ത്തിയില്ല. അപ്പോഴേക്കും അതാ മഴ പെയ്തു. പള്ളിയിൽ വെച്ച് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ താടിയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി. അങ്ങനെ മഴ നിന്നില്ല. ഒരാഴ്ച സൂര്യനെ കാണാത്ത നിലക്ക്, സൂര്യൻ ഉദിക്കാത്തല്ല, ഒരാഴ്ച സൂര്യനെ കണ്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ മഴ പെയ്തു. അത്രക്ക് വലിയ മഴ കിട്ടി. അവസാനം മഴ നിർത്താൻ വേണ്ടി പിറ്റത്താഴ്ച നബിയോട് സഹാബികൾ ആവശ്യപ്പെട്ടു. അങ്ങനെ മഴ നിർത്താൻ വേണ്ടി നബി പ്രാർത്ഥിക്കേണ്ടി വന്നു. ആ അറാബി കടന്നു വന്ന വാതിൽ എന്ന പേരിൽ ഇന്നും മദീനത്തെ പള്ളിയിൽ ഒരു വാതിൽ കാണാം, ബാബുർ റഹ്മ എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ പരീക്ഷണമാണ്. നബിയും സഹാബത്ത് മോശക്കാരായിട്ട അല്ല, അത് പരീക്ഷണമാണ്. തളർറുൾ, അള്ളാഹുവിലേക്ക് വീണ്ടും നമ്മൾ വിനയാന്വിതരാകാൻ, വിനയപ്പെടാൻ, താഴ്മ കാണിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യും. ഇതൊക്കെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളിൽ ഈ മഴയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അവനിലേക്ക് നമ്മൾ മടങ്ങുക എന്നതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ ചൂടിനും അതുപോലെ തന്നെ ക്ഷാമത്തിനുമുള്ള പരിഹാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല